പ്രിയ സുഹൃത്തുക്കളെ, ദാമ്പത്യത്തിലെ സംശയരോഗത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ 3-ാമത്തെ എപ്പിസോഡിലും ദാമ്പത്യത്തിലെ സംശയരോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. അതിനു മുൻപ് ദാമ്പത്യത്തിലെ സംശയരോഗത്തിന് മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. ഒരു പാർശ്വഫലവും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം ഇന്ന് മോഡേൺ മെഡിസിനാണ്. അതുകൊണ്ട് ക്ഷീണമോ തളർച്ചയോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. വണ്ടി ഓടിക്കുന്നതിനോ ക്ലാസ് എടുക്കുന്നതിനോ ഒരു ഡോക്ടറുടെ ജോലി ചെയ്യുന്നതിനോ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ അതോടൊപ്പം ദമ്പതികൾക്ക് മാത്രം നൽകുന്ന കൗൺസിലിങ്ങിനും അവർ വിധേയമാകണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തി കാണിക്കുന്നത് പോലെയല്ല, ഒരു കുടുംബം കാണിക്കുന്നത് പോലെയല്ല മറ്റൊരു കുടുംബവും മറ്റൊരു വ്യക്തിയും കാണിക്കുക എന്നതാണല്ലോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിച്ചത്. ഈ എപ്പിസോഡിൽ മറ്റൊരു കുടുംബത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 91 വയസ്സ് തികഞ്ഞ ഒരപ്പാപ്പനെയും 87 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മാമ്മയെയുമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുക. വേറെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേമത്തിന് സ്നേഹത്തിന് പ്രായമാവില്ല എന്ന് പറഞ്ഞതുപോലെ സംശയരോഗത്തിനും നമുക്ക് പ്രായം നിശ്ചയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ അപ്പാപ്പനെയും കൊണ്ട് മകളും മരുമകനുമാണ് എൻ്റെ അടുത്ത് വന്നത്. നല്ല ആരോഗ്യമുള്ള ഒരപ്പാപ്പനാണ്. തൊട്ടടുത്ത് പള്ളിയുള്ളത് കൊണ്ട് സൈക്കിൾ ചവിട്ടി പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്ന ഒരപ്പാപ്പനാണ്. അപ്പാപ്പൻ സംസാരത്തിനിടയിൽ എന്നോട് പറഞ്ഞ ഒരു വാചകം ആദ്യമേ തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. അച്ഛാ, അവളുടെ അടുത്ത് രാത്രിയിൽ ആരോ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 87 വയസ്സ് കഴിഞ്ഞ അമ്മാമ്മയുടെ അടുത്ത് രാത്രിയിൽ ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക പ്രയാസം. അതുകൊണ്ടാണല്ലോ അതിനെ ഡെല്യൂഷൻ എന്ന് പറഞ്ഞത്. ഇൻഫിഡലിറ്റി ഡെല്യൂഷൻ എന്നാണ് വിളിക്കുക. ഏതായാലും മോള് അപ്പാപ്പനെയും ഭർത്താവിനെയും എൻ്റെ റിസപ്ഷനിലിരുത്തിയിട്ട് വന്ന കാര്യം സ്വകാര്യമായിട്ട് എൻ്റെ മുറിയിലേക്ക് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അപ്പാപ്പനും മരുമകനും കൂടി എൻ്റെ അടുത്തേക്ക് വന്നത്. എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഞാൻ സംസാരിച്ചു. കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, അപ്പാപ്പ എന്താണ്, വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പാപ്പൻ പറഞ്ഞു, വളരെ വിഷമിച്ചിട്ടാണ് പറഞ്ഞത്, വീട്ടിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അച്ഛാ. എൻ്റെ ഭാര്യയുടെ അടുത്ത് രാത്രിയിൽ ആരോ വന്നു പോകുന്നുണ്ട്. ഞാൻ പിടിക്കാൻ നോക്കിയിട്ട് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ 2 പേരെയും ഞാൻ കൊന്നുകളയും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അപ്പാപ്പനോട് ചോദിച്ചു, അപ്പാപ്പൻ രാത്രി ഉറങ്ങുന്നുണ്ടോ? അപ്പാപ്പൻ പറഞ്ഞു, ഉറക്കം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അതും കയറി പിടിച്ചു. കാരണം ഇത്രയും പ്രായമായിട്ടുള്ളൊരു വ്യക്തിയോട് ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പാപ്പ നല്ലപോലെ ഉറങ്ങണം കേട്ടോ. ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിലൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ കിടപ്പിലാകും. കിടപ്പിലായി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. പള്ളിയിൽ പോകാനോ സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കുവാനോ സാധ്യമല്ലല്ലോ. അത് കഴിഞ്ഞ് അപ്പാപ്പന് മരുന്ന് കഴിക്കണം, ഈ ഉറക്കത്തിന് വേണ്ടി മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് ഉറപ്പിച്ച അത് അപ്പാപ്പന് ബോധ്യമാവുകയും ചെയ്തു. കാരണം ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വലിയ അസുഖം വരും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആമുഖമായിട്ടുള്ള സന്ദേശം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ കുടുംബത്തിലേക്ക് കടന്നത്. അപ്പോഴാണ് പറഞ്ഞത്, അപ്പാപ്പന് 3 പെൺമക്കളുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ് അവരെല്ലാവരും പോയി. മകൻ ഒരാളുള്ളത് ദുബായിൽ ജോലി ചെയ്യുകയാണ്. അവൻ കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിലുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഈ മരുമകളോട് അപ്പാപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു,
അമ്മയെ ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ. അമ്മയുടെ അടുത്ത് രാത്രിയിൽ ആരോ വരുന്നുണ്ട്. ആദ്യമൊക്കെ മരുമകൾക്ക് ഇതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. എങ്കിലും അവരങ്ങനെ ജീവിതം തള്ളി നീക്കി. കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മരുമോൾക്ക് ധാരാളം ഫോണുകൾ വരാനായിട്ട് തുടങ്ങി. ഭർത്താവ് ഗൾഫിൽ നിന്ന് രാവിലെയും വൈകിട്ടും വിളിക്കും. അതുകൂടാതെ കൂട്ടുകാരികൾ വിളിക്കും, വീട്ടുകാർ വിളിക്കും. അങ്ങനെ സർവ്വനേരവും മരുമകൾ മൊബൈലിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ അപ്പാപ്പന് മരുമകളെയും അവിശ്വസിക്കുവാനായിട്ടുള്ള കാരണമുണ്ടായി. സംശയമായി. അപ്പാപ്പൻ ഉടനെ തന്നെ ഗൾഫിലേക്ക് വിളിച്ചിട്ട് മോനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യ ശരിയല്ല, അതുകൊണ്ട് നീ വരുന്നത് വരെ ഇനി അവളെ ഇവിടെ നിർത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് ഉടനെ തന്നെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. നീ വരുമ്പോൾ തിരിച്ചു കൊണ്ടുവരിക. അമ്മാമ്മയോടുള്ള സംശയം മറ്റൊരു സ്ത്രീയിലേക്കും കൂടി അപ്പാപ്പൻ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് സത്യം. ഇത്രയുമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പാപ്പനോട് പറഞ്ഞു, സംശയരോഗത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ഉറക്കത്തെക്കുറിച്ച്. കാരണം നന്നായിട്ട് ഉറങ്ങണം, ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. സംശയരോഗത്തെക്കുറിച്ചൊരു കാര്യം കൂടി പറഞ്ഞു. കാരണം അച്ഛന്മാർ വലിയ വിശ്വാസമാണ് നമ്മുടെ അപ്പാപ്പന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പാപ്പ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി രാത്രിയിൽ വീട്ടിൽ ആരും വരില്ല, ആ കാര്യം ഞാൻ ഏറ്റോളാം. പക്ഷെ മരുന്ന് കഴിക്കുന്ന കാര്യം അപ്പാപ്പൻ ശ്രദ്ധിക്കണം. അപ്പാപ്പൻ സമ്മതിച്ചു. അങ്ങനെ അവരെ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ അടുത്തേക്ക്, മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയച്ചു. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ എന്നെയും കാണാൻ വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പോയി. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പാപ്പ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ? നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അച്ഛാ, നല്ല സുഖമാണിപ്പോൾ, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. രാത്രിയിൽ ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുന്നുണ്ടോ? ആരെയും പിന്നെ കണ്ടിട്ടില്ല, ഒരനക്കവും കേൾക്കാറില്ല. എന്നെ ശ്രമിക്കുന്ന എൻ്റെ സ്നേഹിതരോട് എനിക്ക് പറയുവാനുള്ളത്, അപ്പാപ്പൻ മരുന്ന് കഴിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നു. പിന്നെ രാത്രിയിൽ നടക്കുന്നതൊന്നും അറിയില്ല. വീട്ടിലാരും വരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അപ്പാപ്പൻ സുഖമായിട്ട് ഉറങ്ങുന്നത് കൊണ്ട് ഭാര്യയെ സംശയിക്കേണ്ട കാര്യമില്ല, രാത്രി ആരും വരുന്നുമില്ല. ഏതായാലും ഇവിടെ ശാസ്ത്രവും അതുപോലെ തന്നെ മതത്തിൻ്റെ ഒരു അംശവും, അതാണ് അച്ഛൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രിവിലേജ്, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ്റെ 91 വയസ്സ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ വീട്ടിലേക്ക് സമാധാനത്തിൻ്റെ അന്തരീക്ഷം തിരിച്ചു വന്നു എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും ഈ എപ്പിസോഡ് ഞാനിവിടെ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഇതുപോലെ വേറൊരു കുടുംബത്തിൻ്റെ സംശയത്തോടുള്ള പ്രതികരണവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.